ഐവൈസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇന്ത്യ വിട്ടിട്ട് പെർമനൻ്റ്ലി മില്യണേഴ്സ് കുറേ വിട്ടുപോയിട്ടുണ്ട്. അതിൻ്റെ നമ്പർ എത്രയാണെന്നറിയാമോ? കഴിഞ്ഞ 2 വർഷമായിട്ട് ഇന്ത്യ വിട്ടുപോയ മില്യണേഴ്സ് എത്ര ഉണ്ട്? അതിൻ്റെ ആൻസർ 9400 റെക്കോർഡിലുണ്ട്. റെക്കോർഡിലില്ലാത്ത വേറെ പലതും കാണുമായിരിക്കും. അന്നേരം 9400 നമ്മളൊന്ന് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 10,000 മില്യണേഴ്സ് ഇന്ത്യ വിട്ടിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് സ്ഥലം വിട്ടു. ഫ്ലൈറ്റ് പിടിച്ച് അങ്ങ് പോയി പെർമനൻ്റ്ലി. വേണ്ട, ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. ഒരു സൈഡിൽ സർക്കാർ പറയുന്നത് ഇന്ത്യ ഭൂമിയൊക്കെ എക്കണോമിയാണ്, ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് ഏറ്റവും ഹയസ്റ്റാണ്, മാടയാ ഗോടയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഭയങ്കര ക്യാൻവാസിങ്ങും പ്രൊപ്പഗണ്ട അഡ്വർടൈസിങ്ങും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ 9400 മില്യണേഴ്സ് എന്തുകൊണ്ട് ഇന്ത്യ വിട്ടു പോയി? നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാമോ? ഈ വീഡിയോ ഒന്ന് ശ്രമിച്ചു നോക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. As a broker, when we are putting a trade for retail investor, we are attracting number of taxes: CGST, IGST, stamp duty, STT, long-term capital gain tax. So today, government of India is earning more than the broker. We have. So, government, I am investing everything, I am taking a whole lot of risk, and government of India is taking away entire profit of mine. You are my sleeping partner. I am a working partner with my finance, my risk, my staff, everything. So what do you want to say on this? Number 2, there is one more question for you. You have removed cash component, Mr. Lodha is also there, from buying a house. In Bombay, today, if anybody wants to buy a house, is a nightmare, because I am paying tax, I have white money. Now we have to pay everything by check. Mr. Lodha will not accept cash. So my bank balance is purely after paying all taxes to government of India. Again, when I am buying a house, I have to pay stamp duty, I have to pay GST, so that amounts to 11%. In a city of Bombay, when I'm buying a house, 11% goes out of my pocket towards purchase of house. So how you will assist a small person with limited resources to buy a house, and how a broker can function with hordes of taxes, where government of India is my sleeping partner and I am a working partner with no income. Okay. Thank you very much. Okay, we have last two questions. So Sorry, I told Shaina I have no answer for that, but a sleeping partner cannot answer sitting here. അന്നേരം നിങ്ങൾ കേട്ടായിരുന്നല്ലോ നമ്മുടെ നിർമ്മല ചേച്ചിയുടെ കമൻറ്റ്. അവർക്ക് ഈ വലിയൊരു പ്രോബ്ലം സോൾവ് ചെയ്യുവാനായിട്ട് വെറും ഒരു ജോക്ക് മതി. അവരൊരു ജോക്ക് പറഞ്ഞിട്ട് അങ്ങ് എസ്കേപ്പ് ആകുക. അവരുടെ കയ്യിൽ ആൻസർ പോലും ഇല്ല അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുവാനായിട്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈ മാഡം ഉണ്ടല്ലോ, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ, അവർ ഒരു ലീഡർ അല്ല എന്നുള്ള കാര്യം. അവർ ഒരു പപ്പറ്റാണ്. വേറെ ആരോ അവരുടെ ചരട് പിടിച്ച് വലിക്കുന്നുണ്ട്. അതാരാണെന്ന് നമുക്കറിയുന്നില്ല. ചിലപ്പം ബ്യൂറോക്രസിയിലെ വലിയ താപ്പാനകളായിരിക്കും, അല്ലെങ്കിൽ വല്ലതും നമ്മുടെ മോദി സാറും ഒക്കെ ആയിരിക്കും, നമുക്കറിയുന്നില്ല. പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഇല്ല. ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഇല്ലാത്തത് അത് നിർമ്മലയുടെ പ്രശ്നം തന്നെയാണ്, അല്ലാതെ മറ്റുള്ളവരുടെ പ്രശ്നമല്ല. നമ്മൾ ഇന്ത്യക്കാർ ഓവർ ടാക്സ്ഡ് ആണ്. ഇപ്പോൾ ഓവർ ടാക്സ്ഡിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം കണ്ടിട്ടുണ്ടോ? ഇതൊരു ഹാമറാണ്. ഹാമർ പ്ലസ് ഇത് സാധനം കൂടെ ഉണ്ട് കേട്ടോ. ഇതിപ്പം ഒരു ആണി ഇങ്ങനെ പൊങ്ങി നിൽക്കുവാണെങ്കിൽ ടക്കെന്നൊരു അടി അടിച്ചിട്ട് അത് താഴെ വരാം. അല്ലെങ്കിൽ ആണിയെ ഇളക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ എഡ്ജ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പുൾ ഓഫ് ചെയ്യാം. പക്ഷേ ഇത് എടുത്തിട്ട് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെയും മോണിറ്ററിൻ്റെയും കണ്ണാടിയെയും ക്ലോക്കിനെയും എല്ലാം പിടിച്ചിട്ട് അടിച്ച ചില ഈ വട്ട് പിടിച്ച കുറേ പേരുണ്ടല്ലോ, അവരുടെ കൂട്ട് ഇത് ഓവർ ടാക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓവർ യൂസ് ചെയ്യുമ്പം പ്രശ്നം വരുന്നത് എന്താ അറിയാമോ? ഇന്ത്യൻ എക്കണോമിക്ക് തന്നെ ഒരു പണി തന്നിരിക്കുക. നമ്മുടെ ട്രംപ് സാറും ഇതൊക്കെ തന്നെയാണ്. ഒരു ടാരിഫ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് എവിടെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല, അവിടെ ഇവിടെ എല്ലാം കൊണ്ടങ്ങ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജനറലി ഒരു നല്ല എക്കണോമിയുടെ സൈൻ അല്ല. നമ്മുടെ എക്കണോമി, ഇന്ത്യൻ എക്കണോമിക്കകത്ത് ഇന്നോവേഷൻ ഇല്ല. ചൈനക്കാരെ കണ്ടു പഠിക്കട്ടെ. ഞാൻ ചൈനക്കാരുടെ പേര് കേൾക്കുമ്പോൾ ചിലർക്ക് അലർജിയാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. വാസ്തവമായിട്ടുള്ള കാര്യം അങ്ങനെയൊക്കെ തന്നെയല്ലേ. നമ്മൾ ചൈനയിൽ നിന്ന് ഏതോ 100 വർഷം വരെ പുറകിൽ കിടക്കുകയാണ്. നമ്മൾ ഇന്ത്യ ചൈനയുടെ ഒപ്പമാണെന്നൊക്കെ നമുക്കങ്ങ് പറയാം, പക്ഷേ ചൈന പോലും കരുതുന്നില്ല, അമേരിക്കയും കരുതുന്നില്ല, യൂറോപ്പും കരുതുന്നില്ല, ആരും കരുതുന്നില്ല.
ബിക്കോസ് നമ്മൾ ഒരു അണ്ടർ ഡെവലപ്ഡ് എക്കണോമിയാണ്, നമ്മൾ വളരെ പുവറായിട്ടുള്ള എക്കണോമിയാണ്, തേർഡ് വേൾഡിൻ്റെ കോർണറിൽ കിടക്കുന്ന എക്കണോമിയാണ്. നമ്മളെ കൊണ്ട് ആ ലെവലിൽ, ചൈനയുടെ ലെവലിൽ ബൂമർ അടിച്ചു കയറാൻ പറ്റുന്നില്ല. അത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ഈ ടാക്സിൻ്റെ സ്ട്രക്ചറിനെ പറ്റി, ഈ പർട്ടിക്കുലർ ഇൻസിഡൻറ്റിനകത്ത് ടാക്സിൻ്റെ സ്ട്രക്ചറിനെ പറ്റി നമുക്കൊന്ന് വിശകലനം. മാർക്കറ്റിൽ വരുന്ന നഷ്ടമുണ്ടല്ലോ, ക്രാഷ് നിമിത്തം വരുന്ന നഷ്ടം, പക്ഷേ അതിനെക്കാട്ടിലും അതിഭയങ്കരമായിട്ടുള്ള നഷ്ടമാണ് ഈ ബ്യൂറോക്രാറ്റ്സ് ഈ ടാക്സസ് ലെവി ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. അത് സ്റ്റോക്ക് മാർക്കറ്റിനെ സത്യമായിട്ടും മർഡർ ചെയ്യുക, അല്ലെങ്കിൽ കൊലപാതകം നടത്തുകയാണ്. FIIs പണ്ട് 0% ടാക്സ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ബിക്കോസ് അവരുടെ കാശ് ഇന്ത്യയിൽ കുറച്ച് നാൾ ഇരിക്കുന്നത് തന്നെ ഇന്ത്യക്ക് ഒരു ഇതാണ്, ലിവറേജാണ്. പക്ഷേ ആ ലിവറേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യ അവരുടെ മേലിൽ 10% LTCG എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടിട്ടു. അത് നമുക്കും പിന്നെ ബാധകമായതാണ്. പിന്നെ ഇപ്പോഴത്തെ ഈ ബജറ്റിനകത്ത് 12.5% LTCG FIIസിൻ്റെ മുകളിൽ കൊണ്ടിട്ടു. അന്നേരം അവരെന്ത് ചെയ്യും? ബിക്കോസ് അവർക്കൊരു സംരംഭം നടത്തിക്കൊണ്ട് പോകാൻ അതിനകത്ത് കാര്യമായിട്ട് ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ എന്നെങ്കിലേ അവർക്ക് അതിനകത്തൊരു ഇൻട്രസ്റ്റോ മോട്ടിവേഷനോ വരുത്തുള്ളൂ. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്കറ്റടി പരിപാടിയാണ്. ഈ 12.5% is a huge amount when it comes to millions and millions of dollars. ഈ ടാക്സ് തന്നെ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഡോളേഴ്സാണ് വരുന്നത്. പക്ഷേ അതൊരു അൺപ്രഡിക്റ്റബിൾ മാർക്കറ്റിൽ കളിച്ചുണ്ടാക്കുന്നതാണ് അവരിത്. അന്നേരം ദാറ്റ് ഈസ് ടു ഹൈ ഫോർ ദം. ഇപ്പോൾ നമുക്ക് തന്നെ ഒരു നോർമൽ ഇന്ത്യൻ, നമുക്കിപ്പം ഒരു സ്റ്റോക്ക് വാങ്ങുക, വിൽക്കുകയാണ്. നമുക്ക് കൊടുക്കേണ്ട ടാക്സ് എന്തുവാണെന്നറിയാമോ? ഒരു വർഷത്തിൽ കുറവാണെങ്കിൽ STCG കൊടുക്കണം, ഒരു വർഷത്തിൽ കൂടുതലാണെങ്കിൽ LTCG കൊടുക്കണം. പിന്നെ ഡിവിഡൻഡ് ടാക്സ് ഉണ്ട്, സെക്യൂരിറ്റീസ് ആൻഡ് ട്രാൻസാക്ഷൻ ടാക്സ് ഉണ്ട്, GST 18% അടിച്ച് മാറ്റും. പിന്നെ സെബി ചാർജസ് ഉണ്ട്, DP ചാർജസ് ഉണ്ട്. ഈ വക ചാർജസൊക്കെ കൂടുതലായി കഴിയുമ്പോൾ എന്തുവാണെന്നറിയാമോ? മനുഷ്യർക്ക് ആ ഇൻട്രസ്റ്റ് അങ്ങ് പോകും, മോട്ടിവേഷൻ പോകും. പിന്നെ ഇപ്പോൾ ഒത്തിരി ഇന്ത്യക്കാർ, ഞാൻ ഉൾപ്പെടെ, US മാർക്കറ്റിലോട്ട് മാറി. അന്നേരം US മാർക്കറ്റിൽ നമുക്ക് ഈ വക പ്രശ്നങ്ങളില്ല. അവിടെയൊക്കെയുള്ള പോലെ തുച്ഛമായിട്ട് ടാക്സസ് ഉണ്ട്. എൻഡ് ഓഫ് ദ സ്റ്റോറി. അന്നേരം എന്തിനാണ് ഇവിടെ കിടന്നിട്ട് നമ്മുടെ നിർമ്മല തായിയുടെ ഈ അടിയുണ്ടല്ലോ, ഈ കൊള്ളേണ്ട കാര്യം വല്ലതും ഉണ്ടോ എന്നാണ് ആൾക്കാരുടെ വിചാരം. ഇപ്പം കോർപ്പറേറ്റ് ടാക്സിനെ പറ്റി തന്നെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഇന്ത്യയിലെ കോർപ്പറേറ്റ് ടാക്സ് അറൗണ്ട് 25% വരും. അതുകൊണ്ട് ഇന്ത്യയിലെ പല സ്റ്റാർട്ടപ്സ് ഇല്ലേ, അവർ സിംഗപ്പൂരിലും ദുബായിലോട്ടുമാണ് മാറിപ്പോയിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്നത് നമ്മളൊരു കൊച്ചു ചെടിയുടെ തൈ നടുന്ന പോലെ ഉള്ളൂ. ഇപ്പോൾ ആ ചെടി ഒന്ന് വളർന്നു വരാൻ സമയമെടുക്കും, ചിലപ്പോൾ ഒരു 10 വർഷം എടുത്തെന്നിരിക്കും. പക്ഷേ ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ വർഷം തൊട്ട് ടാക്സ് താഴെ എന്ന് പറഞ്ഞ് പുറകിൽ കൂടിയിരിക്കുക. അന്നേരം ഈ ടാക്സിൻ്റെ ബർഡനിൽ നിന്ന് ഒഴിവാക്കാനാണ് സ്റ്റാർട്ടപ്സ്. അവർ തുടങ്ങുന്നത് ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കും, പക്ഷേ ഇമ്മീഡിയറ്റ്ലി അവർ റീഅലൊക്കേറ്റ് ചെയ്യുകയാണ് ദുബായിലോട്ടും സിംഗപ്പൂരിലോട്ടും. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് ഇന്ത്യ ബേസിക്കലി ആൻ ഓവർ ടാക്സ്ഡ് എക്കണോമിയാണ്. എന്നിട്ട് നമ്മുടെ അവിടെ ഡൽഹിയിലിരിക്കുന്ന ബ്യൂറോക്രാറ്റ്സ്, അവരുടെ വിചാരം ഈ ടാക്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിഗ്ഗി ബാങ്കാണ്. എപ്പം വേണമെങ്കിലും ഡെഫിസിറ്റിനെ കുറയ്ക്കുവാനായിട്ട് ടാക്സ് ചെയ്തേക്ക്, ഒരു പുതിയ ടാക്സിൻ്റെ പേര് ഇറക്കി നമുക്ക് അങ്ങ് ടാക്സ് ചെയ്താൽ പോരെ എന്നുള്ളൊരു ചിന്തയിലാണ്. പക്ഷേ അത് നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്ക് ലോങ് ടേമായിട്ട് ഒരു ഗുണം ചെയ്യത്തില്ല. പിന്നെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. നന്ദി, നമസ്കാരം.